ഹലോ, ഇന്ന് നമുക്ക് പോർക്കില്ലാതെ പോർക്കിൻ്റെ അതേ രുചിയിൽ പോർക്ക് ഇറച്ചി വരട്ടിയെടുക്കണ മാതിരി രണ്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വരട്ടിയെടുത്താലോ. അപ്പോൾ നമുക്കിതിന് വേണ്ടത് കായും ഉരുളൻകിഴങ്ങൊക്കെയാണ് വേണ്ടത്. ഇത് രണ്ടാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറുകായാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, മല്ലിയില, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഇതൊക്കെയാണ് വേണ്ടത്. ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചതച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ കായേനെ ഉരുളൻകിഴങ്ങിനെ ഒന്ന് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിലേക്ക് കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ഉപ്പും ഒക്കെ കൂടിയിട്ടാണ് ഒന്ന് കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ മുളകും പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുക്കണം. ഇത് ഇതാക്കിയതിന് ശേഷം അധികം വെള്ളം ഒഴിക്കാതെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കണം. നല്ലോണം വേവിച്ചെടുക്കും വേണ്ട. ഇനി നമുക്കത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായി വാട്ടി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായി വാട്ടി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പൊടികളൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ആ പൊടികൾ ചൂടാക്കിയത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് അതൊക്കെ ഇട്ട് കൊടുത്ത് ഇത് നന്നായി ചൂടാക്കി വാട്ടി നല്ലോണം ഗ്രേവി പോലെ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നല്ല ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല അത്ര ചാറായിട്ട് വേണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് ഇരിക്കണമെങ്കിൽ അതിനനുസരിച്ച്. അപ്പം ഞാനിവിടെ എനിക്ക് തിക്കായിട്ട് എടുക്കാനാണ്, വരട്ടിയെടുക്കാനാണ്. അപ്പോൾ ഞാൻ ഇനി അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കായും ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കുക. ഇളക്കിയതിന് ശേഷം മല്ലിയിലയും വേപ്പിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വെക്കണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, അതിൻ്റെ മസാലയൊക്കെ അതിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അതിനോടൊപ്പം കുറച്ച് മസാലപ്പൊടി ഞാൻ അതിൽ കൂടെ ഇട്ട് കൊടുക്കുക, ഇറക്കണോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.